നുണയാണല്ലോ പറയുന്നത്. ഞാൻ അല്ലാഹുവിൽ ശരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി ഇതെവിടെ പറഞ്ഞു? CD ടവറിലെ ജമിയത്തുലമയുടെ വിശദീകരണത്തിൽ പ്രഗത്ഭരായ ഇതിനേക്കാൾ മുന്തിയ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിൽ ആ ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ TP ഉത്തരവാദിത്തത്തോടെ പറഞ്ഞ വാക്കാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, സഹായം തേടാം. അതെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രാർത്ഥിക്കാമെന്നും അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും രണ്ട് ടീം ഇതിലുണ്ടായി. നമുക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ വാദമുള്ള ആളുകൾ ആരാണ്? അത് TP പറയണം, ഇവര് പറയണം. ആരാണ് ആ വാദക്കാർ? ആരാണ് ഇതിനെ ചുക്കാൻ പിടിച്ചവർ? ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് ക്ലിയർ ആകണമെങ്കിൽ അതിന്റെ താഴെ 2 ക്ലിപ്പിങ്ങുകളുടെ നിങ്ങൾ കേൾക്കണം. അതിലൊന്ന് അതിന്റെ നേരെ താഴെയുള്ള ആ ക്ലിപ്പിംഗ് കൂടെ നിങ്ങളൊന്ന് കേട്ടോളൂ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അവസാനിപ്പിക്കണം നമ്മൾ പറയാം. സഹോദരങ്ങളെ, നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു. എന്താ ചർച്ച? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ? അവസാനിപ്പിക്കണം ഈ ചർച്ച. അതിന്റെ TPനോട് ഞങ്ങൾക്കും പറയാനുള്ളത്, ഈ നുണ പറയൽ നിങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ ഖബർ വിശാലമായി, അവിടുത്തെ ശിക്ഷയിൽ നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ KNMന്റെ നല്ല പ്രസിഡന്റാണ്, വലിയ രാഷ്ട്രീയത്തിലൊക്കെ അംഗീകാരമുള്ള ആളാണ് എന്നൊന്നും പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടില്ല. ഇല്ല ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾ 50 കൊല്ലം ഇതിനെ പ്രസ്ഥാനത്ത് നയിച്ചാലും ഈ പോക്കാണോ? അള്ളാന്റെ ആഖിറം, അള്ളാന്റെ ഖുർആനും സുന്നത്തും സത്യമാണെങ്കിൽ നിങ്ങളൊക്കെ അവിടെ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. ഈ പോക്ക് പോയാൽ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും. ആർക്കും നിങ്ങൾ നോക്കൂ, ഈ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു എന്നാണ്. എവിടെ വെച്ചാണ് ആ ചർച്ച നടന്നത്? ഏതാണ് ആ ഡേറ്റ്? മിനിറ്റ്സിൽ അത് രേഖപ്പെടുത്തി. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ആളുകൾ ആരൊക്കെയായിരുന്നു? അവരുടെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? അവരവതരിപ്പിച്ച ദലീലുകൾ എന്തായിരുന്നു? മറുഭാഗം അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ മറുഭാഗം അവതരിപ്പിച്ച തെളിവുകൾ എന്തായി? അതിന്റെ രേഖ എവിടെ? അതിന്റെ തെളിവ് എവിടെ? അതിൽ പങ്കെടുത്ത ആളുകൾ എവിടെ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നുണയാണോ? ഈ പറഞ്ഞത് കളവാണോ? ഈ കളവ് ആരാ ആദ്യം പഠിപ്പിച്ചത്? അബ്ദുസ്സലാം സുല്ലമി, അലി മദനി, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ തുടങ്ങി മടവൂരി നേതൃത്വം അവർ പറഞ്ഞ ഒരു നുണ അത് അതുപോലെ ഏറ്റെടുത്തു ആര്? ബഹുമാന്യനായ പ്രസിഡന്റ് സ്വന്തം സമൂഹത്തിന് നേരെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു വല്ലാത്തൊരു ചരിത്രമാണ്. സ്വന്തം അനുയായികളെ ഏറ്റവും വൃത്തികെട്ടവരെന്ന് വിളിച്ച ഒരു നേതാവാണ് ഇദ്ദേഹം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ അനുയായികളെ, ആ വിഭാഗം, നമ്മളിൽ നിന്ന് വിട്ടുപോയ മർക്കസുദവാസ്ഥാനമായവർ വിളിച്ച ജിന്നുകൾ എന്നുവരെ ഇൻസുകളെ വിളിച്ച നേതാവാണ് അദ്ദേഹം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത അദ്ദേഹത്തിന്റെ ക്ലിപ്പിംഗ് കേട്ടോളൂ. കുറെ കൂടെ അദ്ദേഹം എത്രത്തോളം നുണ പറയാൻ വേണ്ടി മാത്രം കാറിൽ കയറിയിരുന്ന് പ്രസംഗവേദികൾ കയറിയിറങ്ങുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്നു. നമ്മളെ വളരെ വളരെ വേദനിപ്പിക്കുന്നു എന്നാ ഞാൻ പറയുന്നത്. വേദനയോടെയാണ് ഞാൻ പറയുന്നത്. അടുത്ത അദ്ദേഹത്തിന്റെ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഓരോരുത്തരും നല്ലത് പറയണമെന്നും സത്യം പറയണമെന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. പക്ഷെ എന്തോ അതില്ലാതെ പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ നുണ. മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അല്ലാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല. സഹോദരങ്ങളെ നോക്ക്, വൈകാരികമായി കണ്ണൂരിൽ നടന്നിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ വെച്ച് അദ്ദേഹം ചെയ്ത പ്രസംഗമാണ്. ഉത്തരവാദിത്തമുള്ള ഒരാളാണ്, സാധാരണക്കാരനല്ല, സാധാരണ പ്രാസംഗികരല്ല. ഈ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തെക്കാൾ ടോപ്പായി KNMൽ ലീഡർ ഉണ്ടോ? നിങ്ങൾ പറയും. അദ്ദേഹം പറയണത് വിജനമായ മരുഭൂമിയിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, സഹായം തേടണം എന്ന് നമ്മൾ പഠിപ്പിച്ചത്. അതിനെതിരായി അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് സങ്കല്പിച്ച് ജിന്നുകളോട് തേടാം എന്നിവിടെ ഒരു ടീം പറയുന്നു. ആരാണത്?
ആരാണെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ പറയൂ ആളാരാണ്? ആ ആളാരാണ്? ജിന്നിനോട് മരുഭൂമിയിൽ വെച്ച് സഹായം തേടാം, കുഴപ്പമില്ല എന്ന് പറയുന്ന ആള് ആരാണ് ആ വ്യക്തി? ആ വ്യക്തി എഴുതിയ ലേഖനം എവിടെ? ആ വ്യക്തി പ്രസംഗിച്ച കേസറ്റുകൾ എവിടെ? ഞങ്ങൾ ന്യായമായി ചോദിക്കുന്നു. കാടടക്കി വെടിവെക്കരുത്. ആളുകൾ തെളിവ് ചോദിക്കും. കുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. ജൂതന്മാരോട്, ക്രിസ്ത്യാനികളോട് അല്ല പറഞ്ഞ വാക്കായത്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 111-ാമത്തെ വാചകം. എപ്പോഴേ ഞങ്ങളാണ് അല്ലാഹുവിന്റെ ആളുകൾ, ഞങ്ങളാണ് അല്ലാഹുവിന്റെ സാമീപ്യമുള്ളവർ, ഞങ്ങളാണ് പടച്ചോന്റെ ആളുകൾ, നിങ്ങളൊന്നും അതല്ല എന്ന് പറഞ്ഞ ആളുകളോട് നിങ്ങളത് പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ തെളിവ് ഹാജരാക്കണം. അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ജൂതന്മാരുടെ വഴി ഏത് പ്രസിഡന്റ് സ്വീകരിച്ചാലും അയാൾക്കും തെളിവുകൊണ്ടുവരാൻ കഴിയില്ല. ഇത് ഖുർആനാ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ജൂതന്മാരുടെ വഴിയല്ല നമ്മുടെ വഴി. ആ വഴി നമുക്ക് വേണ്ട. എവിടെ തെളിവ്? ഈ പരാമർശത്തിന് എവിടെ തെളിവ്? ഇത് നുണയല്ലേ? ഇത് കളവല്ലേ? ഇത് വഞ്ചനയല്ലേ? ഇല്ലാത്ത വാദമല്ലേ? എവിടെയാണ്? ജിന്നിനോട് കേസി വരെ എഴുതി. കേസി മുഹമ്മദ് പോലെ മാറഞ്ചേരി. ഇപ്പൊ ഇതാ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന പല പ്രസിദ്ധീകരണങ്ങളിൽ ഒന്ന്. ഇവിടെ നമ്മളെല്ലാം നോക്കി, ഇരുളിന്റെ ഇന്നലകളും ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന് കേസി മുഹമ്മദ് മൗലവി എഴുതിയ മാറഞ്ചേരി KNM പ്രസിദ്ധീകരണമാണിത്. KNM ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഈ പുസ്തകത്തിലെ 19-ാമത്തെ പേജ്. യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന വചനം ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് അംഗീകരിച്ചവർ തന്നെയാണ് ഇതുകൊണ്ട് അമൽ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം, നിസ്സാര വാക്കല്ല ഇത്. കേസി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തെ സമീപിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സഹോദരന്മാരെ, എന്താ പറയുന്നത്? യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് അതുകൊണ്ട് അമലി ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? ഇവിടെ അവർ അതുകൊണ്ട് അമലി ചെയ്യുന്നുണ്ട്. ഏതുപോലെ ദുർബലമായ ഒരു ഹദീസിന്റെ പേരിൽ സമസ്തക്കാർ അമലി ചെയ്യുന്ന പോലെ 1000 അമലുകൾ അവരിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ മുജാഹിദുകൾ അമലി ചെയ്യുന്നു എന്നാണ്. കേസി എവിടെ? ആരാണ് ഈ അമലി ചെയ്തത്? യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ അമലെടുത്ത ഒരാൾ എവിടെ? കേസി. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. എന്ത്? യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് ഇവിടെ അമലി ചെയ്യുന്നു. ആര്? ആ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നവർ. അതുകൊണ്ട് അമലി ചെയ്യരുത് എന്ന് പറയുന്നവർ ഇതുകൊണ്ട് അമലെടുക്കുന്നു. അപ്പൊ കേസി അത് കാണണം. മരുഭൂമിയിൽ അവർ വിളിച്ചൊരാളെ സാക്ഷിയാക്കണം. മരണത്തിന് ശേഷം രക്ഷപ്പെടണമെങ്കിൽ കേസി, ഞാൻ ഒരുപാട് പുസ്തകം എഴുതിയിരുന്നു, പണ്ഡിതനാണ്, ആലിമാണ് എന്നൊന്നും പറഞ്ഞ അള്ളാന്റെ അടുത്ത് കഴിച്ചിലാവൂല. അതുകൊണ്ട് ആ സൂറത്ത് ബഖറയിലെ 251 അള്ളാഹ് പറഞ്ഞ് പടച്ചോലേക്ക് മടങ്ങുന്ന ഒരു ദിവസം കിട്ടോ, അത് കരുതി കളിച്ചാ മതി, അത് കരുതി എഴുതിയാ മതി, അത് കരുതി പ്രസംഗിച്ചാ മതി എന്നൊക്കെ അള്ളാഹു നമ്മളെ ധരിപ്പിക്കുന്ന. അതുകൊണ്ടാണ് ഇത് നുണയാണ്, കളവാണ്. ഈ കളവ് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ്. അതിലേറെ രസം എന്താണെന്നറിയോ? നിങ്ങള് AP അബ്ദുൽ ഖാദർ മൗലവി സുഖമില്ലാതെ പലപ്പോഴും വീട്ടിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരു സലാഹി അയാൾ ഇന്റർവ്യൂ നടത്തുകയാണ്. AP അബ്ദുൽ ഖാദർ മൗലവി കൂടെ എരഞ്ഞിക്കൽ ഖാദർ ഹാജി സാഹിബുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ നടത്തുന്ന നാടകങ്ങൾ എന്തിനു വേണ്ടി? ദുനിയാവിലെ ചില കസേരകൾക്ക് വേണ്ടി, ദുനിയാവിലെ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അല്ലാതെ പരലോകത്തിന് വേണ്ടിയല്ല. ആ ഇന്റർവ്യൂവിലെ ഏറ്റവും രസം അറിയോ? ആ സലായിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ചിരിച്ചുകൊണ്ടേ നുണ പറയും. ജീവിതത്തിൽ എന്ത്? ബാപ്പ മരിച്ചു, അപ്പോഴും മൂപ്പരിച്ചിരിക്കും. എന്തുണ്ടായി? അപ്പോഴും മൂപ്പരിച്ചിരിക്കും. ഫുൾ ടൈം ചിരിയാണ്. സത്യം ഞാൻ വെറുതെ പറയല്ല. എന്ത്? ഒരു നുണ പറയുമ്പോൾ ചിരിക്കുക. സത്യത്തിൽ പ്രവാചകന്റെ വാക്കെന്താ? പ്രവാചകന്റെ വാക്ക് ഞാൻ അറിഞ്ഞിരുന്നു, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ എന്താ അറിയും? ആ ഇന്റർവ്യൂവിൽ പറയണറിയും AP അബ്ദുൽ ഖാദറിനോട്, സർ ഇവിടെ ചെറിയ കുട്ടികൾ വരെ ജിന്നിന് കൊടുത്ത കഴിവെന്ന് തേടാന്നാണ് പറയണേ എന്ന് പറഞ്ഞിട്ട് വളരെ രസകരമായി. അതാണ് നിങ്ങൾ ഇനി കേൾക്കുക. നിങ്ങൾ ആളുകളെ തിരിച്ചറിയണം. നമ്മൾ
നമ്മൾ ഈ നല്ല വെള്ളക്കുപ്പായവും നല്ല തുണിയൊക്കെ എടുത്ത് വടിവത്തിങ്ങനെ നടക്കണ ഈ പ്രബോധകരെ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. അവരാരാ? പരലോകബോധമുള്ളവർക്ക് ചേർന്നതല്ലതൊന്നും. അവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി, ഞാനും നിങ്ങളും ഒക്കെ, സൂറത്തുൽ ബഖറ 6-ാമത്തെ വചനം മുതൽ 10 വരെയുള്ള വചനം വായിച്ചോളൂ. അതൊരു ഡീറ്റെയിൽ വിശദീകരണമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. പക്ഷെ വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. നിങ്ങൾക്കത് മനസ്സിലാവും ഓരോ രംഗത്ത്. അടുത്ത ക്ലിപ്പിംഗ് കേട്ടോളൂ നിങ്ങൾ. ചെറിയ കുട്ടികൾ വരെ ഇപ്പോ ജിന്നിനെ അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അത് ശിർക്കാവൂല എന്നുള്ള വാദവും പ്രചാരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അതൊക്കെ ഈ പിന്നെ മറ്റേ വേണ്ടാത്തരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എന്താണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതെന്ന് അതിലൊന്നും വലിയൊരു പ്രയാസമില്ല. ജിന്നിനെ കൊടുത്ത കഴിവിനൊന്നും തേടുകയാണ്. തേടുക എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ ജിന്നിനെ കൊടുത്ത കഴിവിന് നമ്മളോട് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളതല്ലാതെ ജിന്നോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കണം. കൊടുത്ത കഴിവോ പടപ്പിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല. ജിന്നായാലും ശരി ഇൻസായാലും ശരി. സഹോദരങ്ങളെ, എങ്ങനെയുണ്ട്? സലാഹിയാണ്, ഇപ്പൊ ഡോക്ടറുമാണ്. നാളെ എന്താവും നമുക്ക് പറയാൻ കഴിയും. നാളെ എന്തിന്റെ പ്രചാരകനാവും, എന്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു ബാധിക്കുന്നു നമുക്ക് പറയാൻ കഴിയും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നമ്മളെ മാന്യത കീപ്പ് ചെയ്യാണ്. ഞാൻ അത്രേ ആ കാര്യത്തിൽ പറയുള്ളൂ. ചെറിയ കുട്ടികൾ വരെ, ഇത് സമസ്തക്കാരെ കുറിച്ചല്ലേ പറയണേ. സമസ്തയിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരുണ്ട്. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ ഡേറ്റും ദിവസവും ഫിക്സ് ചെയ്തവരുണ്ട്. ആ ചാർട്ടുകളൊക്കെ നമ്മൾ പല പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കണില്ല. ജിന്നിന് കൊടുത്ത കഴിവിൽ നിന്ന് തേടാം എന്ന് ചെറിയ കുട്ടികൾ വരെ പറയുന്നിടത്തേക്ക് എത്തിയെന്നാണ്. മജീദ് സ്വലാഹിയെ പോലെയുള്ള ആളുകളെ നിങ്ങളൊക്കെ കണ്ടുവല്ലോ. ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ നിങ്ങളൊക്കെ അറിയും. ഞാൻ ചോദിക്കുന്നത്, ചെറിയ കുട്ടികൾ വരെ ജിന്നിന് കൊടുത്ത കഴിവെന്ന് തേടാന്നാണല്ലോ പറയുന്നത്. ഒരു കുട്ടിയെ ഹാജരാക്കാൻ, ഒരു കുട്ടിയെ ആ വിഷയത്തിൽ മുജാഹിദുകൾ ഹാജരാക്കാൻ ഞാൻ ഈ സദസ്സിൽ വന്ന മുജാഹിദുകളോട് ചോദിക്കുകയാണ്. നമ്മളോടൊപ്പം ആളുകളോട്, ഹക്കിന്റെ കൂടെ ചേർന്നവരോട്, ആ സ്ഥാനങ്ങളും അതുപോലെ ലെറ്റർ പേഡ് ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായ അള്ളാനെ പേടിക്കുന്ന ഒരു ടീമിന്റെ കൂടെ ചേർന്നവരോട്, നിങ്ങൾ ആരെങ്കിലും ജിന്നിന് കൊടുത്ത കഴിവെന്ന് തേടാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈപൊക്കി. ഒരാള് ജിന്നിന് കൊടുത്ത കഴിവിൽ നിന്ന് തേടാം എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഈ സദസ്സിലില്ല, അല്ലേ? മുജാഹിദുകൾക്കിടയിലില്ല. അപ്പൊ ഇതൊരു നുണയാണ്, കളവാണ്. ആരോ ബോധപൂർവമായി സൃഷ്ടിച്ച ഒരു സംഗതി, എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബോധപൂർവമായി സൃഷ്ടിച്ചെടുത്തു ഇത് എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഗൗരവമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതിലേറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഇപ്പൊ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിലെ ഒരു ക്ലിപ്പിംഗ് അത് നിങ്ങൾ കേൾക്കണം. പലരും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. എത്രത്തോളമാണ് പല ചടങ്ങുകളിലും സദസ്സുകളിലും പല ഫാറൂഖിമാരും ഡയലോഗ് അടിക്കുന്നത്, പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലെ 8-ാമത്തെ ക്ലിപ്പിൽ നിങ്ങളൊന്ന് കണ്ടോളൂ. തൗഹീദ് കിട്ടുമ്പോഴാണ് ആനന്ദാണത്. ഇത് തൗഹീദ് മനസ്സിലാക്കിയതിന്റെ ശേഷം പിന്നെ ഏതെങ്കിലും ഹോജാക്കൾ പറഞ്ഞാൽ അതിന്റെ ഒപ്പാട് പോവുക. എന്താ അന്ധമായ അനുകരണം. അപ്പൊ ഇത്രയും കാര്യം എന്തും പറഞ്ഞ് നമ്മൾ നടന്നത്. ഇപ്പൊ പുതിയൊരു വഹി ഉണ്ടാക്കി, കുടുങ്ങിയാൽ അള്ളാണ്ട് തേടിക്കോ, കുടുക്കില്ലാത്തപ്പോ അള്ളാനെ തേടിക്കോ. അല്ല, കുടുങ്ങിയ ജിന്നിനോട്, കുടുക്കില്ലാത്തപ്പോ അള്ളാനോട്. അല്ല 2-ാം നമ്പർ ആള്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എവിടേക്കാണ് ഈ പോണത്? ഇതൊരു വാശിക്ക് കൊണ്ടേണ്ട പ്രശ്നമാണോ? ഇത് രാഷ്ട്രീയ കാര്യമാണ്. അല്ല, അവനവന്റെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയ ചിന്തിച്ച് പഠിക്കണം. ഒരുപാട് സാധുക്കളായ കുട്ടികളെ പെട്ടുപോയിട്ടുണ്ട്. വ്യക്തി പൂജയുടെ പേരിൽ ചില ആൾക്കാരോടുള്ള അങ്ങേയറ്റത്ത് പൂജ, അങ്ങേയറ്റത്ത് ബഹുമാനം, ആദരവ്, വേറെ ചില ആൾക്കാരോടുള്ള ഭയങ്കര വെറുപ്പ്. ഇതുകൊണ്ട് ഒരു സ്വർഗം കളയാന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടന്മാരാ സഹോദരൻ. അതാ വിചാരിക്കുന്നത്, എന്തൊരു മണ്ടനാ ഫാറൂഖി നിങ്ങള്. ഇങ്ങനെ മണ്ടനാകാൻ പാടുണ്ടോ? എന്താ അയാൾ പറഞ്ഞത്? പരലോകത്തിന്റെ കാര്യമാണ്. അത് ജീവിതത്തിൽ ഈ ഇടയായി വല്ലപ്പോഴും ഓർത്തിട്ടുണ്ടോ? ഇപ്പം നടത്തുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ഒരു കവാത്തി ജീവിതം. ആ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ?
കുടുങ്ങിയാൽ അള്ളാഹനെ ഒഴിവാക്കി ജിന്നിനോട് തേടാം. ആര്? ഞങ്ങൾ ചോദിക്കുന്നത് ഉഗാണ്ടയിലോ അമേരിക്കയിലോ ലണ്ടനിലോ ഫ്രാൻസിലോ ഇറാഖിലോ ഇറ്റലിയിലോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നല്ല, കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ അതാ ഞങ്ങളുടെ ചോദ്യം. ആ മുജാഹിദുകൾ കുടുങ്ങിയാൽ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് അല്ല പറഞ്ഞ സൂറത്തുൻ നംലിലെ 62-ാമത്തെ വചനത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാശയമുണ്ടല്ലോ ഫാറൂഖി, അതനുസരിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങിയാൽ പടച്ചവനല്ലാതെ സഹായിക്കാനില്ലാത്തൊരു ഘട്ടത്തിൽ കാര്യകാരണ ബന്ധത്തിനതീതമായി ജിന്നിനോട് അല്ലാഹനെ മാറ്റി നിർത്തി ജിന്നിനോട് തേടാം എന്നാര് പറഞ്ഞു? ഒരു ക്ലിപ്പിംഗ്, ഒരു രേഖ, bring the evidence. കുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ, കുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ, കുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. പരലോകം ഓർക്കേണ്ടത് നിങ്ങളാണ്. ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇത് നടത്തുന്നത്? ആരോടുള്ള പൂജയാ നിങ്ങൾക്ക്? ആരോടുള്ള വിധേയത്വമാ നിങ്ങൾക്ക്? അല്ല, ഫാറൂഖിൽ പഠിച്ചതിന്റെ പേരിലാണോ? ഫാറൂഖിയായതിന്റെ പേരിലാണോ? എന്തേ നിങ്ങൾ പരലോകത്തെ ഓർക്കാത്തത്? പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നിനോട് തേടാം, അള്ളാഹനെ മാറ്റി നിർത്താം. അല്ല 2-ാം നമ്പറാണ് എന്ന് അമ്പലക്കടവ് പറഞ്ഞ പോലെ അല്ല ലോക്കൽ KSRTC ആണ്, മൊയ്തീൻ ഷെയ്ഖ് ബെൻസ് ആണ് എന്ന് പറഞ്ഞത് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയാണ്. ഏത് മുജാഹിദ, ഏത് സലഫിയ, ഏത് ഫാറൂഖിയ, ഏത് മദനിയ, ഏത് സലാഹിയ അങ്ങനെ പറഞ്ഞത് ഫാറൂഖി? മരിച്ചു പോണം, ഓർക്കണം. ഒരുപക്ഷെ നെറ്റിലിരുന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഒക്കെ കോണിൽ ഈ ആളുകൾ അനുകൂലിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടാവും. പല ആളുകളും നേരത്തെ കാലത്തെ ചെന്നിരുന്ന് കേട്ട് ഒരു ക്ലിപ്പിംഗ് ഇടാൻ എന്തൊരു വഴിയുണ്ട് എന്ന് വിചാരിക്കുന്നവരോട് നിങ്ങൾ ഇതിനപ്പുറത്തുള്ള ഒരു ലോകം, മരണപ്പെട്ടു പോകുന്ന വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ, ഏത് നിമിഷവും ആ മലക്കുൽ മൗത്തിന്റെ വരവും ആ റൂഹ് പിടിക്കലും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. 16-ാം അധ്യായം 61, 35-ാം അധ്യായം 45 അല്ല പഠിപ്പിക്കുന്നതാണ്. 39-ാം അധ്യായം 42 നിങ്ങൾ ഓർക്കണം ഈ മരണം. നുണ പറയരുത്, കളവ് പറയരുത്. പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹനെ മാറ്റി നിർത്തി ജിന്നിനോട് തേടിക്കോളൂ എന്നിവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ സാധ്യമല്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾ ഇതിൽ പിന്മാറിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഇലല്ലാഹി മർജൂക്കും ജമിയാ ഫൗനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ. ഇലല്ലാഹി മർജൂക്കും ജമിയാ ഫൗനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ. ഇലല്ലാഹി മർജൂക്കും ജമിയാ ഫൗനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ. 5-ാം അധ്യായം 105-ാമത്തെ വചനം. പടച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങുക. അവിടെ ഞങ്ങൾ പറയും, നാഥാ ഇത് ഞങ്ങളുടെ പ്രസിഡന്റ്, നാഥാ ഇത് ഞങ്ങളുടെ ജമിയത്തുൽമയുടെ നേതാക്കന്മാർ, നാഥാ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചവരിവിടെയുണ്ട്, ഇവർക്ക് വേണ്ടി തെറ്റിദ്ധരിപ്പിച്ചവരിവിടെയുണ്ട്, വാദിച്ചവരിവിടെയുണ്ട്. അല്ലാഹുവേ നിനക്ക് ഞങ്ങളുടെ ഉള്ളും പുറവും അറിയാം. ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ നാഥാ നിന്നോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്നറിയാം. പക്ഷേ നാഥാ റബ്ബനാ ആതിൽ ദൈഫൈനി മിനൽ അദാബ്, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് സൂറത്ത് അഹ്സാബിലെ 66, 67, 68 വചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല. നിങ്ങൾ അറിയുമോ ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ? അടുത്തത് നേരെ നിങ്ങൾ കേട്ടോളൂ. അയാൾ വീണ്ടും പറയുകയാണ്, മക്ക മുശ്രിക്കുകളെക്കാൾ കഷ്ടമാണത്രേ മുജാഹിദുകൾ. ആലോചിക്കണം. സലഫികൾ, തൗഹീദിന് വേണ്ടി ശബ്ദിച്ചവർ. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, അബ്ദുറഹ്മാൻ സലഫിയോ നിഅമത്തുല്ലാ ഫാറൂഖിയോ ഈ കഴിഞ്ഞ 12 കൊല്ലം കേരളത്തിന്റെ ഇസ്ലാഹി ഭൂമികയിൽ എത്ര തൗഹീദ് പറഞ്ഞു എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ചോദിക്കാം. ഡേറ്റ് കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ട ഹനീഫ് കയും എന്റെ കൂട്ടുകാരൻ അനസും ഫോൺ ഓഫ് ആക്കിയിട്ട് എത്ര മണ്ഡലത്തിലെ പ്രവർത്തകരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നത് വളരെ ഗൗരവമായി നിങ്ങൾ ഓർക്കണം. നിങ്ങളെക്കാൾ തൗഹീദ് പറഞ്ഞവർ അഹങ്കരിച്ചു പറയുകയല്ല, അവരെ നേരെയാണ് മക്ക മുശ്രിക്കുകളെക്കാൾ പിഴച്ചവർ എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നത്. ആ ക്ലിപ്പിംഗ് നിങ്ങൾ കേട്ടോളൂ. പിന്നെ ഒരുത്തിനും പേടില്ല അള്ളാനല്ലാതെ. ഏത് നട്ടപ്പാതിര നേരത്തും, ഏത് കൂരിരുട്ടിലും, ഏത് മരുഭൂമിയിലും, ഏത് വെള്ളത്തിൽ വീണാലും അള്ളാ മതിവന്. എന്തോ ഒരു സുഖ. എല്ലാരും കുടുങ്ങുമ്പോഴാണ് നമ്മൾ അള്ളാനെ വിളിക്കല്. ഇത് കുടുങ്ങിയ അള്ളാനെ വിട്ട് പിന്നെ വിളി ജിന്നിനാ. ചില്ലറ വഴികേടല്ലത്, ചില്ലറ ആദർശ വ്യതിയാനല്ല. എന്നാൽ മക്ക മുശ്രിക്കീങ്ങൾ വരെ കുടുങ്ങിയാൽ അള്ളാനെ വിളിക്കും.
കുടുക്കുന്ന രക്ഷപ്പെട്ടാലോ ലാത്തനെ ഹുസൈനും വിളിക്കും. ഇവിടെ നേരെ എതിര് കുടുങ്ങിയൊരു രക്ഷയില്ല എന്ന് തോന്നിയാൽ അവിടെ ജിന്നിനെ, അല്ലാത്ത പള്ളാനി. എന്തൊരു വഴികേടാ ഇത്. സഹോദരങ്ങളെ നോക്ക്, നേമത്തുള്ള ഫാറൂഖി എന്താ പറയണത്? വമ്പിച്ച വ്യതിയാനം ഇവിടെ ഉണ്ടായി. പ്രതിസന്ധി ഘട്ടത്തിൽ മക്കാ മുശ്രിക്കുകൾ വരെ ജിന്നിനോട് തേടിയിട്ടില്ല, സിട്ടികളോട് തേടിയിട്ടില്ല. അവരെന്തേ ചെയ്തുള്ളൂ? 29 അധ്യായം 63 വചന. പക്ഷേ ഇവിടെ മുജാഹിദുകൾ ഒരു വിഭാഗോ, അവർ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാനെ വിട്ട് ജിന്നിനോട് തേടി. മക്കാ മുശ്രിക്കുകളെക്കാൾ കഷ്ടമാണ്. അപ്പൊ ഇതിവിടെ ഉണ്ട് എന്നാണ് തെളിയിക്കണ്ടേ. എത്ര ഗൗരവകരമായ കാര്യ. വ്യഭിചാരോപണം പറഞ്ഞപ്പോ ഇൻദല്ലാഹിൽ അദീം, അള്ളാന്റെ അടുത്ത് ഗുരുതരമെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ സൂറത്തുൻ നൂർ? അതിനേക്കാൾ ഗുരുതരമാണ്. ഇവിടെ മുജാഹിദുകളിൽ ഒരു വിഭാഗം മക്കാ മുശ്രിക്കുകളെക്കാൾ പിഴച്ചവരാണെന്നും ചില്ലറ വ്യതിയാനമല്ലെന്നും ഈ നുണ നാലാളുകൾ മുമ്പിൽ എഴുന്നേറ്റെന്ന് പറയുന്നത് എങ്ങനെ ഉറങ്ങാനും കഴിയും? എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ നുണ പറഞ്ഞിട്ട് എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നു ഫാറൂഖിമാരെ നിങ്ങൾക്ക്? അല്ല സുല്ലമിമാരെ, എങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നു? നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് നിങ്ങൾ ഒന്നുകൂടെ കേട്ടോളൂ. സമസ്തക്കാരെക്കാൾ മോശമാണ് എന്ന നിലക്കാണ് അടുത്ത അവതരണം. അതുകൂടെ കേട്ടോളൂ. പുതിയ വാദം. ഖുറാഫികളുമായി മുഖാമുഖവും ഖണ്ഡനവും വാദപ്രതിവാദവും നടത്തി ബദരീങ്ങളെ കാക്കണേ, മമ്പ്രതങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടൽ ശിർക്കും കുഫറുമാണ്. അല്ല, ആണ്, അല്ല എന്നാ പിന്നെന്താ? ഹറാമാണോ? വാജിബാണോ? കറാഹത്താണോ? പറയും കൈമാരെ എന്താന്നുള്ളത്. ഈ കോലത്തിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയ ആൾക്കാരെ ഇട്ട് പൊരിച്ചോരാ നമ്മള്. അപ്പൊ അവരെ മൂത്തുക്ക് വെക്കാൻ വയ്യ. ഖുറാഫികളാ സഹോദരങ്ങൾ, ഇതിനേക്കാളും എത്രയോ നല്ലത്. ഈ വാദം അവർ ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ആ രൂപത്തിൽ പുറത്തിറങ്ങിയ ഒരു മുജാഹിദ എന്ന് പറഞ്ഞ് നടക്കാൻ വയ്യ. അത്രക്ക് പരിഹസിക്കാൻ നമ്മളെ മൂത്ത് നോക്കിയിട്ട്. എന്നാ അത് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കണ്ടേ? ഇവരുടെ സീഡികളിൽ ഇങ്ങനെ നോക്കിയാൽ നമ്മളിട്ട് പൊരിക്കുക. അത് കണ്ടാ മനസ്സിലാക്കി ഇവിടെ ഒരു ജിന്നിന് നമ്മളടുത്ത് എന്തോ അപകടം ഉണ്ട്, അല്ലെങ്കിൽ ഖുറാഫികൾ ഇതിട്ട് നടക്കൂല എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? യഥാർത്ഥ മുജാഹിദ് ആകാത്തോണ്ടാണ് പ്രയാസം. യഥാർത്ഥ മുജാഹിദിന് വലാ യഖാഫുന ലൗമത്ത ലാഇം. ഒരാക്ഷേപകന്റെയും ആക്ഷേപന്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വരില്ല. ഞങ്ങൾക്കൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരു ഖുറാഫിന്റെ മുമ്പിലും, ഒരു ഖുറാഫിയുടെ മുമ്പിലും, ഈ കേരളത്തിൽ ഒരു മുസ്ലിം സംഘടന മുമ്പിലും ഞങ്ങൾക്ക് തല കുനിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങളൊരു വാദവും മാറ്റി പറഞ്ഞിട്ടില്ല. 2004 എന്താണോ നമ്മൾ പറഞ്ഞത്, ഏറ്റവും വലിയ ഖുറാഫി നേതാക്കന്മാരും അതിനെ നമ്മൾ ഇപ്പോഴും പറയും. നിങ്ങളോ സമസ്തക്കാരേക്കാൾ അപ്പുറത്തെ നമ്മള്. പിന്നെ അവിടെ പോയ പോരെ, എന്തിനിവിടെ വെക്കണം? ആ ഖുറാഫികളുടെ കൂടെ ചേരൽ തന്നെ ഞങ്ങൾക്ക് നല്ലത്. അതിനെ ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് എഫക്ട് ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യതിയാനം ഉണ്ടായിട്ടില്ലെന്നത് ഞങ്ങൾക്കറിയാം. ഇവിടെ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കണം. അള്ളാന്റെ സ്വർഗം, അള്ളാന്റെ നരകം. അബ്ദുറഹ്മാൻ സലഫിക്ക് ഒരു സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം, ഉറപ്പായിട്ടും പേടിക്കണം. ഈ കോക്കസിന് ഒരു സ്വർഗവും നരകവും ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും പേടിക്കും. ഇന്നൊക്കെ മുഖത്ത് ഇങ്ങനെ ചവിട്ടി നരകത്തിൽ സെൽഫി അവിടെ പിടിക്കും. ഒരു കാലത്ത് സ്വർഗത്തിലെത്തരുത്, മൂപ്പർക്ക് ഒരു നരകം ഉണ്ടെങ്കിൽ. ഞാനിവിടെ മുജാഹിദുകളോട് പറയുന്ന ഒരു കാര്യം എന്താ അറിയും? അള്ളാന്റെ സ്വർഗവും നരകമായതുകൊണ്ട് കോക്കസിന്റെ വർത്താനം കേട്ട് നിൽക്കാൻ അവിടെ അല്ല ആണോ? ഈ കോക്കസിന്റെ വർത്താനം കേട്ട് പല ആളുകളും സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരാളാ അള്ളാൻ ആരാധി. അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കാതെ അള്ളാഹ്ക്കറിയാം നമ്മൾ ചെയ്യണില്ല. ഇപ്പൊ അവര് ചെയ്തൊരു പണിയെ കണ്ട് നിങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെട്ടായതൊന്നും പറയണം. നെറ്റിൽ കയറുന്നവർക്കൊക്കെ അറിയാം. ഒരു നിലവിളക്ക് ഇങ്ങനെ കാണിക്കാം, എന്നിട്ട് അതിന്റെ അപ്പുറത്ത് ഞാൻ പ്രസംഗിക്കുന്നത്, എന്നിട്ട് അതിൽ കൊടുത്താൽ എന്താ അറിയോ? ഇവര് ഈ ടീം ചോദിക്കാണ്, ജിന്നൂരികളെ ഇപ്പൊ നിങ്ങൾ എവിടെ എത്തി എന്ന് പറഞ്ഞാല് നിലവിളക്കിന്റെ മുമ്പിൽ വെച്ച് അതിനെ, അതായത് നിലവിളക്ക് അവിടെ വരെ ശിർക്ക് വരെ എത്തി, നിലവിളക്കിന്റെ മുമ്പിൽ വരെ ബാലുശ്ശേരി എത്തി എന്നാണ് അതിലെ പരാമർശം. തെറ്റിദ്ധരിപ്പിക്കലാണ്. എന്താ സംഗതി എന്താണ്? മണിമല ക്ഷേത്രത്തിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. ആ ക്ഷേത്രത്തിലെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ആ സമ്മേളനത്തിൽ ക്ഷേത്രത്തിൽ പിന്നെ നിലവിളക്കല്ലാണ്ട് മെയ്തിരി എത്തിച്ചേക്കുക. എന്റെ പൊന്നാര സുഹൃത്തുക്കളെ, ക്ഷേത്രത്തിൽ നിലവിളക്കല്ലാണ്ട് മെയ്തിരി കത്തിച്ചേക്കുവോ?
എന്നിട്ട് ഏറ്റവും രസം എന്താ അറിയാ നിങ്ങള്, അത് നിങ്ങള് ആ മണിമല ക്ഷേത്രത്തിലെ മണിമല ടെമ്പിൾ നടിച്ചു കൊടുത്തിട്ട് എന്റെ പേരും അടിച്ചാൽ നിങ്ങൾക്ക് ആ പ്രസംഗം കിട്ടും. ഞാനൊരു കാര്യം പറയാം, ആ നിർത്തിവെക്കപ്പെട്ട നിലവിളക്കുണ്ടല്ലോ, അത് കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അവിടെ. എല്ലാരും മനസ്സിലാക്കണമെങ്കിൽ ആ ഇട്ട ഫോട്ടോത്തെ കാണാൻ ഒരു മൊയ്ലിയാർ ഇങ്ങനെ കുത്തിരിക്കണത് കഴിഞ്ഞ വർഷം ആ ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഒരാളാണ്. അപ്പൊ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മെനയാന്ന് ഒരു മുസ്ലിം നാമധാരി നിലവിളക്ക് കൊളുത്തിയ പോലെ. ഞാൻ പറയുന്നത്, ഞാൻ അയാളുടെ ബേക്കിലെ ജുബ്ബ ഇങ്ങനെ പിടിച്ചു ആണ് അതൊക്കെ നിങ്ങൾക്ക് കേസറ്റ് കാണാം, അതെല്ലാം നിങ്ങൾക്ക് കേസറ്റ് കാണാം. അപ്പോ അവിടെ പിന്നെ ഇത് കഴിഞ്ഞു. പ്രസംഗത്തിന്റെ അവസാനം തൗഹീദി പ്രബോധനത്തിന്റെ അവസാനം ഞാൻ പറയുന്നത്, ഈ വെച്ച നിലവിളക്ക് ഇത് അഗ്നി ആരാധനയുടെ ഭാഗമാണ്. നിങ്ങൾ കേൾക്കണം, ആ പ്രസംഗം നിങ്ങൾ കേൾക്കണേ. അഗ്നി ആരാധനയുടെ ഭാഗമാണ്. ഞാൻ എന്തുകൊണ്ട് നിലവിളക്ക് കൊളുത്തിയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെയൊക്കെ ഒരുപാട് ട്യൂബ് ലൈറ്റുകൾ, വലിയ ലൈറ്റ് സംവിധാനങ്ങൾ. അപ്പോ ഇരുട്ട് നീക്കി വെളിച്ചം വരാനല്ല നിലവിളക്ക് കൊളുത്തുന്നത്, അതൊരു അഗ്നി ആരാധനയുടെ ഭാഗമാണ്. അതിപ്പോ വെനയാന്ത ക്ഷേത്രത്തിലുണ്ടായി. അതിനെന്നെ എതിർത്തു ഒരാൾ, ഞാനത് പറഞ്ഞു. പക്ഷേ അവരുടെ പിന്നെ പ്രോഗ്രാം നോട്ടീസിൽ തന്നെ കാണാം ദീപാരാധന എന്ന്. ആ ആരാധനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് ആ ആരാധന എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിലവിളക്ക് കൊളുത്തൽ ബൗദ്ധൈവത്വത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പ്രസംഗിച്ച എന്നെയാണ് ഞാൻ നിലവിളക്കുമായി ബന്ധപ്പെട്ട ആരാധനക്ക് പോയി എന്ന് പറയുന്നു. മനസ്സിലാക്കണം, നിങ്ങളെല്ലാരും മനസ്സിലാക്കണം. നിങ്ങളെല്ലാരും ഇപ്പതാ ഏറ്റവും പ്രഗത്ഭമായ ഒരു ക്ഷേത്രത്തിൽ, കരുനാഗപ്പള്ളിയിൽ മാതാമൃതാനന്ദമയിയുടെ സ്വാമിമാർ പങ്കെടുത്ത പ്രഗത്ഭമായ ഇക്കഴിഞ്ഞ 8-ാം തീയതി, സുഹൃത്തുക്കളെ, അന്നും ഈ നിലവിളക്കിനെതിരെയും ബിംബാരാധനക്കെതിരെയും പച്ചക്ക് പച്ച. എന്നിട്ട് എന്തുണ്ടായതറിയോ, സ്വാമിജി അവിടുത്തെ അമുസ്ലിങ്ങൾ വളഞ്ഞു ചെറുപ്പക്കാരെ എന്നിട്ട് ചോദിച്ചു, സ്വാമിജി വേദഗ്രന്ഥത്തിൽ ബിംബാരാധനല്ല എന്നിവിടെ സമർത്ഥിച്ചല്ലോ മുസ്ലിം പ്രതിനിധി, സത്യാണോ അയാൾ പറഞ്ഞു ചോദിച്ചു. വേദഗ്രന്ഥത്തിൽ വിഗ്രഹാരാധന ഇല്ല എന്ന് ശരിയാണോ അയാൾ പറഞ്ഞു? സ്വാമിജിക്ക് പറയേണ്ടി വന്നു, അതേ. ആ 18 ആളും ഇന്ന് കരുനാഗപ്പള്ളിയിൽ നമ്മുടെ പ്രവർത്തകരായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കി. എന്നിട്ടായിരുന്നു എന്ത് നിലവിളക്കിന്റെ മുല്ല ബാലുശ്ശേരി. ഞങ്ങളോടൊക്കെ പറയുന്നത്, ക്ഷീരമുള്ളോരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം നേടില്ലേ. ഇത് നല്ല ആ ക്ഷീരം ചുരത്തുന്ന അകിടിൻ എന്തായിരിക്കും കൊതുകിന്? മുപ്പര് ചോരയും നോക്കി എടുക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങള്. എത്രത്തോളം എന്നറിയോ, അവിടെ പോസ്റ്റർ ഇറക്കിയപ്പോ അതുവരെ അവിടുത്തെ KNMന്റെ ലീഡർമാർ വിമർശിച്ചു. ക്ഷേത്രത്തിൽ തൗഹീദ് പറയാൻ പോയി വിമർശിച്ചു. ഇവിടെയാണ് അവർ സത്യത്തിൽ തൗഹീദിന്റെ പ്രബോധകരാണോ ഇഷ്ടക്കാരാണോ? നിങ്ങൾ പറയൂ, നിങ്ങൾ ശരിക്കും വിലയിരുത്തൂ, കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തൂ. ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യില്ല. ദൈവത്തിന് ഫുള്ളായിട്ട് തടസ്സവും എല്ലാ ദേവ പ്രവർത്തനങ്ങൾക്കും തടസ്സമാണ്. തൗഹീദ് പറയില്ല. തൗഹീദിന് എന്തോ വന്നോ എന്ന് പറയും, തൗഹീദ് പറയില്ല. നമ്മൾ തൗഹീദ് പറയാണ് തുടക്കം മുതൽ. ഞാൻ പറഞ്ഞ ഇൻസൈറ്റ് എക്സിബിഷൻ അതിന്റെ 1-ാം തീയതി മുതൽ അവസാനം വരെ നമ്മൾ ഇസ്ലാമാ പറഞ്ഞത്. കടപ്പുറത്തെ സമ്മേളനം അംദുസ്സലാത്തും കഴിഞ്ഞ് ജിന്ന് മുതൽ അവസാനിക്കണവരെ ജിന്ന്. വേറെന്താ പറഞ്ഞ്? മടവൂരികൾക്ക് സംഭവിച്ചൊരു മഹാദുരന്തം എന്റെ പ്രിയപ്പെട്ട KNMന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പോഴത്തെ, ആ ആളുകൾ ശരിക്കും മനസ്സിലായിക്കൊള്ളുക, ഒരു വലിയ അപകടം, വലിയൊരു ദുരന്തമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനിയോ അടുത്തൊരു ക്ലിപ്പിംഗ്. എത്രത്തോളം പരിശുദ്ധ റമദാനിൽ മിമ്പറിൽ വെച്ച് SLRCയുടെ ഡയറക്ടർ പച്ച നുണ കാച്ചുന്നതാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. QHLS എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മൾ തുടങ്ങിയിരുന്നു. അതിന്റെ കഴുത്തിൽ മുണ്ട് മുറുങ്ങിക്കഴിഞ്ഞു, മുറുക്കിക്കൊണ്ടേയിരിക്കുന്നു സലഫിയുടെ നേതൃത്വത്തിൽ. ഞാൻ വെറുതെ പറയല്ല, തെളിവ് സഹിതാ പറയുന്നു. SLRC ആയിരിക്കും ഇനി QHLSന് പകരം. അതായത് KV ആയിരിക്കും ഇനി കേരളത്തിലെ മുജാഹിദുകൾക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിക്കും. മനസ്സിലാക്കണം, എല്ലാരും മനസ്സിലാക്കണം. അദ്ദേഹം ഒരു വലിയ ഖുർആൻ പഠനത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം പറയുന്ന പരിശുദ്ധ റമദാനിലെ നോമ്പ് നോറ്റിട്ട് കണ്ണൂർ പള്ളിയില് അത് ഞങ്ങൾ കേൾക്കാൻ പോണ. ലോകത്ത് ഇനി ആരോടും ആർക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല കേട്ടോ. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ അയ്നൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്.
അള്ളാനെ മാത്രം ആരാധിക്കാൻ. അള്ളാഹ്ക്ക് എന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ള കൊയങ്ങിപ്പോയോ? എന്താ അവർ വിചാരിച്ചത് അതിനെ പറ്റി? അള്ള കൊയഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് നേർക്കാൻ വരെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരെ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട്. കേട്ടോ, ഈയാക്കാന് വേണ്ടി പടപൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണെന്ന് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്ത് ധാർക്കാൻ ആര് പറഞ്ഞു? ലൈഫായ ഹദീസായാലും അമൽ ചെയ്യാൻ ആരെ പഠിപ്പിച്ചെന്നത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതപ്പോഴത്തെ കാലം. രണ്ട് നുണകളാണ് അദ്ദേഹം പറയുന്നത്. ഒഴിഞ്ഞേടച്ച് മരുഭൂമിയിൽ വെച്ച് ജിന്നിനോട് ദ്വേരക്കാം ആരാ പറഞ്ഞു എന്ന് പിന്നെ മൂപ്പര് കേട്ടില്ല നിങ്ങള്? കാരണം പിന്നെ മൂപ്പര് ഓർത്ത് ആരും പറഞ്ഞില്ല ആരാ പറഞ്ഞു എന്ന്. മനസ്സിലായില്ലേ? ഒന്ന്. രണ്ട്, ദുർബലമായ ഹദീസ് കൊണ്ട് അമലി ചെയ്യാമെന്ന്. രണ്ട് നുണയാണ്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് എന്താ വാദമുള്ളതെന്ന് ഞങ്ങളല്ലേ പറയേണ്ടത്? ഞങ്ങൾക്ക് എന്താണ് വാദമുള്ളതെന്ന് ഞങ്ങളല്ലേ പറയേണ്ടത്? ദുർബലമായ ഹദീസ് കൊണ്ട് അമലി ചെയ്യാൻ പാടില്ല ഇതാണ് ഞങ്ങളുടെ വാദം. അമലി ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. KB നുണ പറഞ്ഞത്. അവർക്കതാവാം, അതിൽ വിരോധമില്ല. അവരങ്ങനെ പഠിപ്പിക്കപ്പെട്ടവരായിരിക്കാം. പക്ഷെ നമുക്ക് പറ്റില്ല. തെളിവാണ് ഞങ്ങൾക്ക് ആവശ്യം. ദുർബല ഹദീസ് കൊണ്ട് അമലി ചെയ്യാമെന്ന ഒരു ലഘുലേഖ, ഒരു പ്രസിദ്ധീകരണം, ഒരു ഇസ്ലാഹ് ലേഖനം, ഒരു പ്രസംഗം നിങ്ങൾ ഹാജരാക്കി. നിങ്ങൾ പറയുന്ന നിങ്ങൾക്കെതിരെ ഞങ്ങൾ പറയുന്ന എല്ലാത്തിനും ഞങ്ങൾ തെളിവ് കൊണ്ടുവരാം. നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയുന്നതിന് ഒരു തെളിവ്, നിങ്ങൾക്ക് പിഴച്ചു, ഇസ്ലാം നിങ്ങൾ വളരെ പിഴച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആയിരക്കണക്കിന് ഞങ്ങൾ തെളിവ് തരാം. നിങ്ങൾ ഒരു തെളിവ് തന്നാൽ, ഒരൊറ്റ തെളിവ്. ഇന്ന് വരെ അതുണ്ടായിട്ടില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയും? ഇനി തുടർന്ന് നിങ്ങൾ നോക്ക്, എന്താണ് വൈരുദ്ധ്യങ്ങളുടെ ഒരു വൻ ഘോഷയാത്രകളാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഇനി ഗൗരവമായി കേൾക്കാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി പഠിക്കാൻ പോവുകയാണ്. എവിടെയൊക്കെയാണ് കുഴപ്പങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ശരിക്കും മനസ്സിലാക്കണം. അടുത്ത ക്ലിപ്പിംഗ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹനീഫ് കായക്കൊടിയുടെ, എന്റെ സഹോദരന്റെ ഒരു ക്ലിപ്പിംഗ് ആണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അത് മലപ്പുറം ജില്ലയിൽ വെച്ച് പറഞ്ഞ, ജാമിയയിൽ വെച്ച് പറഞ്ഞ, നേരെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയപ്പോൾ ഒരു 12 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ അദ്ദേഹം തന്നെ നേരെ എതിരും പറയും. ഇതാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇപ്പൊ പലപ്പോഴും ഇവിടെ പിന്നെ അനസ് പ്രസംഗിച്ചപ്പോ കഴിഞ്ഞ ദിവസം ഒരാള് പ്രസംഗത്തിൽ പറഞ്ഞു അത്രേ, എന്ത് സ്വന്തം ബാപ്പ മരിച്ചിട്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കും, സാധാപതരംഗ സൃഷ്ടിച്ച് ആളെ കയ്യിലാക്കി പൊട്ടീസാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ബാപ്പ സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ട് വരെ, ബാപ്പ മരിച്ചെന്ന് അനസ് എവിടെ അറിയങ്ങള്? നമ്മളെ മുശിരിക്കാക്കാൻ വേണ്ടിയുള്ള യാത്രക്കിടയിലായിരുന്നു. ബാപ്പാക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ എത്തി മയ്യത്ത് 6 മഗ്‌രിബാകുമ്പോഴേക്ക് എടുക്കേണ്ടി വന്നു. എന്താ കാരണം? അത്ര അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ, ഒരു പിതാവിന്റെ. അധികം വെക്കാൻ പാടില്ല എന്ന അവസ്ഥയിൽ. എന്നിട്ടോ പോകുന്നത് എന്തിന്? പയ്യന്നൂർ പോയിട്ട് നമ്മളെ മുശിരിക്കാക്കാൻ. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കുതിച്ചു. പിറ്റേന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചു. അതാണത്രേ തൗഹീദിന് വേണ്ടി ജീവാർപ്പണം. ഞാൻ അതിനൊന്നും, അതായത് അതൊരു ത്യാഗമായിരിക്കാം. ബാപ്പ മരിച്ച അന്നിനെ, കാരണം സ്വന്തം മകൻ മരിച്ച അന്ന് തന്നെയാണല്ലോ തൗഹീദിനെതിരായ ഒരു ചെറിയ ശബ്ദം ഉണ്ടായപ്പോ റസൂല് മിമ്പറിൽ കയറി. തെളിവാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, സാധാരണ സൃഷ്ടിക്കുമ്പോ ബാപ്പ സീരിയസ് ഒന്നും അല്ലാത്ത കാലത്ത് ഞാനും അനുസരിത്തി താമസിച്ചവരാ ഒരു ജില്ലയിൽ തൊട്ടടുത്ത്. ഞാൻ വളരെ പ്രധാനമായ ഒരു കാര്യം പറയാം നിങ്ങളോട്, നിങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നുണ്ട് പറയാൻ. ഞാൻ രോഗമൊന്നുമില്ലാത്ത കാലത്ത്, ബാപ്പാക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അനസ് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഡേറ്റ് കൊടുത്താൽ അനസിനെ പോലെ ഒരു പ്രാസംഗികനെ ഓർത്ത് അറ്റാക്ക് വന്ന മുജാഹിദ് പ്രവർത്തകരുണ്ട്. എന്തറിയോ? അതിന്റെ തലേന്ന് മുതലും ഫോൺ ഓഫ് ആക്കിയിട്ടുണ്ട്. ഓന് അനീഫ്ക്കായി ഇവർ രണ്ടുപേരും എത്ര സ്ഥലത്ത് അടി വരേണ്ടായിരുന്നറിയോ? പച്ചത്തെറിയ ആളുകൾക്ക് പറഞ്ഞുകൊണ്ട് ഘട്ടം വന്നിട്ട് ഇവർ രണ്ടാളുമായിരുന്നു. ഇതൊന്നുമില്ലാത്ത കാലത്ത് ഇവിടെ ശിർക്കഭംഗുരം സമസ്തയിലും മറ്റു പലതിലും തുടരുമ്പോ അന്ന് ഫോൺ ഓഫ് ആക്കിയിട്ട് കിടന്ന് ഇവരെ ഇപ്പൊ പറയണ എന്തറിയോ? അത് ആദർശത്തോടുള്ള പ്രതിബദ്ധത. ഞങ്ങൾക്കറിയാം, തന്ന വലിയ ഒരു സംഭവത്തിലാണല്ലോ ഇപ്പൊ കയറി വരല്. അത് തന്ന ആളോടുള്ള കൂറായിരുന്നു ഇവിടെ വരാൻ. ബാപ്പ മരിച്ചാൽ മണ്ടിയില്ല, ചിലതൊക്കെ ചെല്ലോട് വാങ്ങി നേടുകയും ചെയ്തിട്ടുണ്ട്.
അതിന് കൂറ് പുലർത്താൻ, അല്ലാതെ പ്രതിബദ്ധതല്ല. പ്രതിബദ്ധത എപ്പോഴാ ഉണ്ടാവുക അറിയോ? മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും പ്രതിസന്ധി നേരിട്ട ചില യൂണിറ്റുകളിൽ നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് കൊടുത്തിരുന്നു, ഫോൺ ഓഫ് ആക്കിയിട്ട് കിടന്നു. നിങ്ങള് പകരം ഒരാളെ അറിയിച്ചില്ല, അയച്ചില്ല, നിങ്ങൾ മിണ്ടിയില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. എത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, അല്ല മംഗലാപുരം മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ അന്വേഷിക്കും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായ 2 പ്രഭാഷകരാ. അപ്പൊ അന്ന് തൗഹീദൊന്നുമില്ലേ? അന്ന് ഈ പ്രതിബദ്ധതൊന്നുമില്ലേ? ഇന്ന് നിങ്ങൾക്ക് പ്രതിബദ്ധ ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിനോട്, അതുമായി കിട്ടുന്ന ആനുകൂല്യങ്ങളോട്. അല്ലാതെ ആത്മാർത്ഥമായി മനസ്സ് തട്ടിപ്പറ ആത്മാർത്ഥത കൊണ്ടാ കയറിയത് അല്ല. അതെന്താ പറയാൻ കാരണം? അതാ തെളിവ്. അതിനു മുമ്പ് ഇവരങ്ങനെ വരാറുണ്ടായിരുന്നില്ല. ചിലപ്പോ 8:30 എത്തുക, ചിലപ്പോ 9 മണിക്ക് എത്തുക. അതാ കഴിഞ്ഞ ദിവസം ഒരാൾ ഹൃദയം പൊട്ടി എന്നോട് പറഞ്ഞെന്താ അറിയോ? അനസിനൊരു സ്ഥലത്ത് മറുപടി പ്രസംഗത്തിന് ക്ഷണിച്ചു. എന്നിട്ട് ഫോൺ എടുക്കുക, പോയി ഫോൺ ഒറ്റ ഓഫ് ആക്കല. പിന്നെ ഒരാളെ വിട്ട് അന്വേഷിക്കും, മൂപ്പര് വീട്ടിൽ കിടക്കുക. കരച്ചില് വന്നു ആളുകൾക്ക്. അങ്ങനത്തെ എത്ര സ്ഥലമുണ്ട് അറിയോ? അങ്ങനത്തെ എത്ര സ്ഥലമുണ്ട്. കപട നാടകം അഭിനയിക്കരുത് പാവപ്പെട്ട വിശ്വാസികളെടുത്ത്. പടച്ചോനെ, എന്റെ വാക്കിൽ എന്തൊക്കെ തെറ്റുപറ്റി പൊറുക്കണേ റബ്ബേ. അല്ലാ, ഈ കപട നാടകക്കാരെ നീ തന്നെ അവരുടെ മുഖം അല്ലാ ജനങ്ങൾക്ക് നീ ആവരണം ചെയ്തു കൊടുക്കണം ഞാൻ പറയുന്നു. അതുകൊണ്ട് പൊക്കിപ്പറിച്ചിലും പുകയ്ക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ശരിയല്ലടോ. വേണ്ട, ആ ജാതിയൊന്നും വേണ്ട. എല്ലാവർക്കും അറിയാ ചിലതൊക്കെ. ഞാൻ പറയുന്നത് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കും. എന്താ ഈ വൈരുദ്ധ്യം, എന്താ ഇതൊക്കെ വരാനുള്ള കാരണം? കേട്ടോളൂ. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം ഇത് ജാമ്യയിൽ നടന്നില്ല. ജബ്ബാർ മൗലവി തേടാന്ന് പറഞ്ഞിട്ടുണ്ടോ? തേടാമെന്ന് തന്നെയാണ് ജബ്ബാർ മൗലവിയുടെ വാദം. ഇതേ ഹനീഫ് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ, എന്താണ് ഇവർക്ക് സംഭവിച്ചത്? അത് നിങ്ങൾ അടുത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും. കേട്ടോളൂ അടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിൽ എത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. സഹോദരങ്ങളെ കണ്ടോ, 2 നിലക്കാണ് സംസാരിക്കുന്നത്. ജബ്ബാർ മൗലവിക്കും സക്കരിയ സലാഹിക്കും എവിടെങ്കിലും ഉള്ള ഒരു ജിന്നിനോട് തേടാമെന്നും വാദമില്ല, പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, ഭൗതികമായ കാര്യം ചോദിക്കാമെന്ന് വാദമില്ല. ഇത് ഒരേ മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ ആലോചിക്കും, ഇതിലേതാണ് ശരി? ആര് പറയുന്നതാണ് ശരി? ഇതിലേറ്റവും രസം അറിയും, മടവൂർ വിഭാഗത്തിന്റെ ചാരനായി നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളിൽ കയറി ഇന്നെല്ലാവരെക്കാളും ആദരിക്കപ്പെട്ട് കൊണ്ടു നടക്കുന്ന താങ്ങി നടക്കുന്ന നാസർ സുല്ലമി ഈ തൊട്ടടുത്ത തിരൂരിൽ പ്രസംഗിച്ച ഒരു, നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഓരോ പോയിന്റും ഒരു ക്ലൈമാക്സിൽ നിന്നുകൊണ്ട് നിങ്ങൾ കേൾക്കേണ്ടത്. ഇവരുടെ ഒരു അവസ്ഥയും പരലോകബോധമില്ലായ്മയും ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യവും നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. ആ ക്ലിപ്പിംഗ്, നിങ്ങളുടെ നാസർ സുല്ലമിയുടെ ക്ലിപ്പിംഗ് നിങ്ങൾ ഞാൻ പറയാണ്. തിരൂരിലുള്ള ഒരാൾ കോഴിക്കോട്ടെ ജിന്നിനെ വിളിച്ചാൽ ശിർക്ക്, തിരൂരിലുള്ള ഒരു ജിന്നിനെ വിളിച്ചാലോ ഹറാമും വസീലത്തിലെ ശിർക്കും എന്നാണ് ഇവരുടെ വാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസർത്താണ്. നിങ്ങൾ അതൊന്ന് ശരിക്കും കേൾക്കണം. ഇവരെന്താണ് ഈ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നായിക്ക് 40 വട്ടം എന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ ആ ക്ലിപ്പിംഗ് ഒന്ന് കേൾക്കണം.
തിരൂരടുത്തുള്ള ഈ പ്രദേശത്തെ ആളുകള് കോഴിക്കോടുള്ള ജിന്നിനോട് ചോദിച്ചാൽ എന്താ? അത് ശിർക്കാണ്. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് ചോദിച്ചാൽ എന്തായി? അത് ശിർക്കല്ല, അത് ഹറാമേ ആവുള്ളൂ, വസീലത്ത് ശിർക്കേ ആവുള്ളൂ, ശിർക്കാവുകയില്ല. എന്താണ് ഇതിൽ ശരിക്കും ചിലപ്പോൾ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ക്ലിപ്പിംഗ് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഒരു കൊല്ലോ 10 കൊല്ലമില്ല, ഒരു മാസത്തിന്റെ അപ്പുറത്തുള്ള പഴക്കം. എന്താണ് ഈ ക്ലിപ്പിങ്ങിലൂടെ നാസർ സുല്ലമി പറഞ്ഞു? തിരൂരുള്ള ഒരു ജിന്നിനെ, അതായത് തിരൂർ നടന്നൊരു പ്രസംഗം, തിരൂരുള്ള ഒരു ജിന്നിനെ വിളിക്കാം എന്നാണോ? വിളിച്ചാൽ എന്താവുന്ന പറഞ്ഞു? ഹറാമാവും, വസീലത്തിലെ ശിർക്കാവും. പോയിന്റ് 1. കോഴിക്കോട്ടുള്ള ജിന്നിനെ വിളിച്ചാലോ? ഒറിജിനൽ ശിർക്ക്. ഇതാരെ പറ്റി പറയണാണ്? സക്കരിയ സ്വലായി ഉൾപ്പെടെയുള്ള, ജബ്ബാർ മൗലവി ഉൾപ്പെടെയുള്ള, ഞങ്ങളടക്കമുള്ള പ്രബോധകർ ഉൾക്കൊള്ളുന്ന ISM-ഉം MSM-ഉം KNM-ന്റെ ആദർശം ശരിക്കുൾക്കൊണ്ട ആളുകളും ഉൾക്കൊള്ളുന്ന ഈ സമൂഹം ഹാലിറുള്ള ജിന്നിനോട് വിളിച്ചാൽ വരെ എന്താവുന്ന പറയണത്? ഹറാമും വസീലത്തിലെ ശിർക്കുമാകുമെന്നും, കോഴിക്കോട്ടുള്ള ജിന്നിനെ വിളിച്ചാൽ പക്കാ ശിർക്കാകുമെന്നും. അതിൽ നിന്ന് എന്ത് കിട്ടി? ഇത് ഞങ്ങളുടെ വാദമല്ലല്ലോ, ഇത് സുല്ലമി പറയുന്നതാണ്. എന്ത്? ഇത് അനുവദനീയമാണ് എന്ന് ഇവര് പറയുന്നേ ഇല്ല. ആരാ പറയണേ? സുല്ലമിയാണ് പറയണത്. ഹറാമും വസീലത്തിലെ ശിർക്കും എന്ന് പറഞ്ഞാൽ അനുവദനീയാണെന്നാ ചോദിക്കുന്ന ആണോ? ഇനി ഞാൻ പറയണ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇത് പോരാ. എന്താ ഒന്നുകൂടെ മനസ്സിലാക്കി. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരും. അതായത് ഇവിടെ തിരൂരങ്ങാടിയിൽ ഇപ്പൊ ഹാദറുള്ള ഒരു ജിന്നിനോട് വിളിച്ചാൽ എന്താ ഒന്നാ പറയണെന്ന? ഹറാമാവും, അനുവദനീയെന്ന അതിന്റെ അർത്ഥം വല്ലാത്തൊരു അറബി പരിജ്ഞാനം തന്നെയാണ്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനുണ്ടല്ലോ, ഓൻ അതിനെക്കുള്ള വെച്ച് നോക്കുമല്ലോ ഇല്ല. അതാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ. വസീലത്തിലെ ശിർക്കാണെന്ന് അറിയുമ്പോഴോ, വസീലത്തിലെ ശിർക്കാണ് എന്ന് കേൾക്കുമ്പോഴോ പിന്നെ അതിനെ കുറിച്ച് അവന്റെ മനസ്സിന്റെ ആഴത്ത് ചിന്ത ഉണ്ടാവില്ല. ഒരു കാര്യം ഉറപ്പായി, സക്കരിയ സ്വലായിക്കും അതുപോലുള്ള ആളുകൾക്കും തേടാമെന്ന് തിരൂരിലുള്ള അല്ലെ തിരൂരങ്ങാടിയിലുള്ള ഹാലിറായ ജിന്നിനോട് തേടാന്ന് വാദല്ല എന്ന് ആര് സമ്മതിക്കുന്നു? നാസർ സുല്ലമി. ഇനി ഹാലിറുള്ള ഖാദിറായ ഹയ്യായ ജിന്നിനോട് തേടിയാൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള അഭിപ്രായം ആർക്കാണുള്ളത്? അതാർക്കാണുള്ളത്? അതുള്ളത് ഇവർക്കാണ്. ഇത് മുജാഹിദുകളിൽ ആരെങ്കിലും ജിന്നിനോട് തേടുന്നുണ്ടോ? ഇല്ലാണ്ടോ? ഗോപി ഏത് മണ്ഡലം KNM-ന്റെ പ്രസിഡന്റാ? അതുപോലുള്ള തെളിവല്ല പറയണേ, തെളിവാ പറയണേ. ഏത്? ഹാലിറുള്ള ഒരു ജിന്നിനോട് ചോദിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് പറയാം. ഇവിടെ ഇരിക്കുന്ന ബഹുമാനനായ അധ്യക്ഷൻ, അയാളോട് നമ്മൾ ചോദിക്കേണ്ടത് വ്യഭിചരിക്കാമോ? അയാൾ പറയണ ഹറാമാണ്, ഗുരുതരമാണ്, വ്യഭിചാരികൾക്ക് നരകച്ച് പ്രത്യേക താവളമുണ്ട്, പാടില്ല. അങ്ങനെ പറഞ്ഞ ഒരാളെ നമ്മൾ കാണും. അധ്യക്ഷനെ കണ്ടോളൂ നിങ്ങൾ. വ്യഭിചരിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഹറാമാണ്, ഗുരുതരമാണ്, പാടില്ലാത്തതാണ്, വമ്പിച്ച താക്കീത് നൽകപ്പെട്ടതാണ്, വ്യഭിചാരികൾക്ക് പ്രത്യേക ശിക്ഷയെ പറ്റി പറയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. വേറൊരാളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അഭിപ്രായം? പറഞ്ഞു, ഓള് സമ്മതം ഉണ്ടെങ്കിൽ ആവാൻ കുഴപ്പമില്ല, ഒരു വിരോധവും ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതിലാരെയാ പുറത്താക്കേണ്ടത്? ഇത് ഞാൻ ഈ VS അച്യുതാനന്ദ പറഞ്ഞൊരു വാക്ക് പറഞ്ഞു, ക്ഷമിക്കണം, അരിയാഹാരം കഴിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, വളരെ ഗൗരവം ഞാൻ ചോദിക്കുന്നത്. ഇതിലാരെയാ പുറത്താക്കേണ്ടത്? ഇതിലാരെയാ തച്ചൊല്ലേണ്ടി? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ ബാക്കി വിശീർണം ക്ലിപ്പിൽ നിന്ന് കേൾക്കുക. ഏത്? ആദ്യം നാസർ സുല്ലമിയുടെ ക്ലിപ്പിംഗ്, മോനെ ആ ഇട്ട ക്ലിപ്പിംഗ് ഒന്നുകൂടി കേൾപ്പിക്കും. ഇത് പഠിച്ചിട്ട് നമ്മൾ പോയാൽ മതി, എല്ലാം വേണമെന്നില്ല, നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ആ സുല്ലമിന്റെ ക്ലിപ്പ് ഇട്ടത് ഒന്നുകൂടെ ഇട്ടെ. തിരൂരടുത്തുള്ള ഈ പ്രദേശത്തെ ആളുകള് കോഴിക്കോടുള്ള ജിന്നിനോട് ചോദിച്ചാൽ എന്താ? അത് ശിർക്കാണ്. കേട്ടല്ലോ, കോഴിക്കോടുള്ള ജിന്നിനോട് വിളിച്ചാൽ അതെന്താണ്? ശിർക്കാണ്. ശരി, സമ്മതിച്ചല്ലോ. ആരെ വാദാത്? നമ്മളെ വാദാണ്. അത് ശിർക്കാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ശരി, അടുത്തതോ? അനുവദനീയമാണ്, ഹാലിറായ ഖാദിറായ ഹയ്യായ ജിന്നിനോട് തേടാമെന്നാണ് നമ്മുടെ വാദം എന്നാണല്ലോ.
ഈ പുസ്തകത്തിൽ വരെ എഴുതിയത് അതാണല്ലോ. ശരി, അടുത്ത അദ്ദേഹത്തിന്റെ വാചകം എന്താ കേട്ടോളൂ. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് ചോദിച്ചാൽ എന്തായി? അത് ശിർക്കല്ല, അത് ഹറാമേ ആവുള്ളൂ, വസീലത്ത് ശിർക്കേ ആവുള്ളൂ, ശിർക്കാവുകയില്ല. അപ്പോഴും എന്ത് കിട്ടി? അത് അനുവദനീയാണെന്ന് വാദിക്കുന്ന ഒരൊറ്റ കുട്ടിയും ഈ വിഭാഗത്തിലില്ല. ഇതിന്റെ പേരിലാണോ ISM-നെ പിരിച്ചുവിട്ടത്? ഇതിന്റെ പേരിലാണോ KNM-ന്റെ പ്രവർത്തകരെ വേദനിപ്പിച്ചത്? ഇതിന്റെ പേരിലാണോ പ്രബോധകർക്ക് നേരെ ശിർക്കാരോപിച്ചത്? ഇതിന്റെ പേരിലാണോ സമ്മേളനത്തിൽ വെച്ച് മാനസികമായി ഹുസൈൻ സലഫിക്കെതിരെ ആഞ്ഞടിച്ചതും പീഡിപ്പിച്ചതും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിന്റെ പേരിലാണോ പള്ളിയിലെ ഖതീബുമാരെ പിടിച്ചിറക്കിയത്? ഇതിന്റെ പേരിലാണോ ജമാഅത്തെ ഇസ്ലാമി മൈൻഡുള്ളവന്റെ കയ്യിലേക്ക് തിരുവനന്തപുരത്തെ പള്ളി ഏൽപ്പിച്ചു കൊടുത്തത് എന്ന ചോദ്യം വിജ്ഞാനമുള്ളവരെ, പരലോകബോധമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതാണ്. ഇനി ഹാളിറുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് തേടൽ, ഞങ്ങളെ വാദം എന്താന്നാ പറഞ്ഞേ? വസീലത്തിലെ ശിർക്ക് ഹറാമാണ്. ഇനി KNM-ന്റെ പ്രബോധകരുടെ വാദം എന്താ? KNM-ന്റെ പ്രബോധകരുടെ വാദം നിങ്ങൾ ഇനി ഗൗരവമായി തന്നെ നിങ്ങൾ കേൾക്കണം. ആ ക്ലിപ്പിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവരെവിടെ എത്തിയത്, ഇവരാ എവിടെ എത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ മടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയണത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ? ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തിട്ട് ഉണ്ടോന്നാ? അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ല, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ എന്താ പറഞ്ഞത്? അനസ് മൗലവി എന്ന് പറയുന്ന KNM അംഗീകരിച്ച മുവഹിദ്, അങ്ങനെ വേണല്ലോ പറയാൻ. മടവൂർ വിഭാഗത്തുമായി തിരുവനന്തപുരത്ത് ഞാൻ ഖതീബായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ അറിവോടെ നടന്നൊരു മുഖാമുഖത്തിൽ രംഗാക്കണ്ട. ജിന്നിനോട് തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോന്നാണ്. ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലത്ത് ജമിയത്തുൽ ഉലമയും KNM-ഉം തെരഞ്ഞെടുത്തയച്ച പ്രഗത്ഭനായ പണ്ഡിതനും പ്രബോധകനുമായ എന്റെ സുഹൃത്ത് അനസിന് തൗഹീദ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലേ? ഇപ്പൊ പറയണെന്നറിയോ? മടവൂരികളോട് ഞങ്ങൾ വാദിച്ചത് ശിർക്കിന് വേണ്ടിയായി പോയി. അല്ലേ അല്ലേ അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖാമുഖത്തിൽ KNM-ന്റെ ലീഡർമാർ, അതുപോലെ KJ-യുടെ പണ്ഡിതന്മാർ എന്തിനെ അനസിനെ പറഞ്ഞു? ഒന്ന്, ഇവിടെ അവർ പറയുന്നതറിയോ? ഒരു ജിന്ന് വന്നു, ഹാളിറായി, എനിക്ക് എങ്ങനെങ്കിലും അയാളെ കാണാം, എന്താ ജിന്നെ സുഖാണോ എന്നൊക്കെ ചോദിക്കാം. ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല.
ശരിക്ക് ചിന്തിച്ചോ. മറിച്ച് ഞങ്ങളുടെ വാദം എന്താന്ന് ഞങ്ങളാ പറഞ്ഞ്. ആരാ പറയണത്? ഇവരുടെ ഇപ്പൊ കൊണ്ടെടുക്കണ ഈ മനുഷ്യൻ, ഈ സുല്ലമി, അയാൾ എന്താ പറയണത്? അങ്ങനെ ഒരു ജിന്ന് ഹാദിറായാൽ അതിനോട് ചോദിച്ചാൽ അത് ഹറാമും വസീലത്തിലെ ശിർക്കുമാണെന്ന് ഞങ്ങളുടെ വാദം. ഇയാളുടെ വാദോ, അനസിന്റെ വാദോ ഒരു കുഴപ്പമില്ല. ആരാ പുറത്താക്കണ്ടേ? ആരാ മൂലക്കിരുത്തണ്ട്? മറിച്ച് എന്താ ചെയ്ത്? ഉന്നതമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു, എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു, സ്വീകരിച്ചു, ഉന്നതമായ സ്ഥാനത്തിരുത്തി, ഏറ്റവും വലിയ പ്രാസംഗികനായി ചിരിക്കുകയാണ്. കടപ്പുറത്തൊക്കെ വലിയ നേതാക്കന്മാർ അവന്റെ ബടായി കേട്ടിട്ട് ചിരിക്കുകയാണ്, ആർത്തലച്ച് ചിരിക്കുകയാണ്. കാണെല്ലാരും അത്. ഈ ബടായി കേട്ടിട്ട് ആരെ? ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചൊരുത്തനെ. നേരെ മറിച്ച് അതിന്റെ വശങ്ങളും ന്യായങ്ങളും നോക്കി അത് ശിർക്കാണെന്ന് വിശ്വസിച്ച, വസീലത്തുലെ ശിർക്കാണെന്ന് വിശ്വസിച്ച ഒരു സമൂഹത്തിന് നേരെ ഇവരെന്തുമാത്രം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക്. കോമൺ സെൻസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മതി, അല്ലേ? ചിന്തിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മതി.